നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി മലപ്പുറം ജില്ലാ കളക്ടർ വി.ആർ. വിനോദ്. വോട്ടിംഗ് മെഷീനുകളുടെ പ്രാഥമിക പരിശോധന പൂർത്തിയായി. ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന ക്ലാസുകൾ നടത്തിയെന്നും കളക്ടർ വ്യക്തമാക്കി. മണ്ഡലത്തിൽ ആകെ 263 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. നിയമസഭയ്ക്ക് ഒരു വർഷത്തിലധികം കാലാവധി ഉള്ളതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യതയെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ വ്യക്തമാക്കി. വോട്ടിംഗ് മെഷീനുകളുടെ ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കേണ്ടതിനാവശ്യമായ വോട്ടിംഗ് മെഷീനുകളുടെ EVMകളുടെയും VVPATകളുടെയും പ്രാഥമിക പരിശോധന ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് വെയർ ഹൗസിൽ വെച്ച് 3/2/25 ഫെബ്രുവരി മാസം 3-ാം തീയതി മുതൽ 3 മുതൽ 7 വരെയുള്ള തീയതികളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയർമാരുടെ സാന്നിധ്യത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ അങ്ങനെ ഫസ്റ്റ് ലെവൽ FLC നടത്തിയ സമയത്ത് നമ്മൾ കണ്ടെത്തിയത് 408 ബാലറ്റ് യൂണിറ്റുകളും 408 കൺട്രോൾ യൂണിറ്റുകളും 408 VVPATകളും വേണമെന്നായിരുന്നു, റിസർവ് അടക്കം. അതിനുശേഷമാണ് 59 കൂടുതലായിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകൾ വേണമെന്ന് തീരുമാനിച്ച് അത് സംബന്ധിച്ച് ഞാൻ വിശദമായിട്ട് പറയാം.